രാമ 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 ലോകാഭിരാമ ഭൂമി ബാലശ്രേഷ്ഠ ഭാരതം ശ്രേഷ്ഠ ഭാരതം. നമസ്കാരം. ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. രാമായണത്തിന്റെ അറിവുകളും അനുഭവങ്ങളും കാഴ്ചകളും പങ്കുവെച്ചുകൊണ്ട് ശ്രേഷ്ഠ ഭാരതം മുന്നേറുകയാണ്. വീണ്ടും വീണ്ടും പ്രേക്ഷകരെ ക്ഷണിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഈ എപ്പിസോഡ് ആരംഭിക്കുന്നു. ആദ്യം ആചാര്യവന്ദനം. സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സർ. സ്വാഗതം സർ. സ്വാഗതം ചെയ്യുന്നു പ്രൊഫസർ ചെങ്കൽ സുധാകരൻ സർ. സ്വാഗതം സർ. സ്വാഗതം ചെയ്യുന്നു ശ്രീ കാവാലം ശ്രീകുമാർ സർ. സ്വാഗതം സർ. ശ്രേഷ്ഠ ഭാരതം. മത്സരങ്ങൾ ആരംഭിക്കുന്നു. വാൽമീകി രാമായണവും അധ്യാത്മ രാമായണവും സമന്വയിക്കുന്ന ചോദ്യോത്തരങ്ങളുമായി ആദ്യം പ്രശ്നോത്തരി മത്സരം. ടീമുകളെ ക്ഷണിക്കാം. ആദ്യം ടീം എ, മമ്പ്രം ഇംഗ്ലീഷ് മീഡിയം സീനിയർ സെക്കൻഡറി സ്കൂൾ, കണ്ണൂർ. ടീം ബി, അമൃത വിദ്യാലയം, കൊടുങ്ങല്ലൂർ. ആദ്യ ചോദ്യം ടീം എയോടാണ്. അതിനു മുമ്പേ നമുക്ക് പരിചയപ്പെടണ്ടേ? വരാം. എന്താ പേര്? അനാമിക. അനാമിക. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10th. ഗായത്രി. ഓക്കെ. മോളുടെ പേര്? ഗായത്രി. ഏത് ക്ലാസ്സിലാണ്? 10th. ഗൗരി. ഗൗരി 10th. ആദ്യ ചോദ്യം ടീം എയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: യാതുദാനാന്വയ നാശം വരുത്തുവൻ എന്ന് നാരദന് ഉറപ്പു കൊടുക്കുന്ന രാമൻ അതിന് ആരെ കാരണഭൂതയാക്കും എന്നാണ് പറയുന്നത്? ഓപ്ഷൻ അതാണ്: എ സീതയെ, ബി കൈകേയിയെ, സി ലക്ഷ്മണനെ, ഡി ദശരഥന്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ബി കൈകേയി. ഓപ്ഷൻ ബി കൈകേയിയെ. അപ്പൊ നമുക്ക് ലോക്ക് ചെയ്യാം. ഓപ്ഷൻ ബി കൈകേയിയെ. നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. നമുക്ക് ചോദ്യം ടീം ബിക്ക് കൈമാറാം. ക്വസ്റ്റ്യൻ ഇതാണ്: യാതുദാന്വാന്വയ നാശം വരുത്തുവൻ എന്ന് നാരദന് ഉറപ്പു കൊടുക്കുന്ന രാമൻ അതിന് ആരെ കാരണഭൂതയാക്കും എന്നാണ് പറയുന്നത്? എ സീതയെ, സി ലക്ഷ്മണനെ, ഡി ദശരഥനെ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ എ സീതയെ. ഓപ്ഷൻ എ സീതയെ. നമുക്ക് ലോക്ക് ചെയ്യാം. ഓപ്ഷൻ എ സീതയെ. എങ്ങനെയാണ് കാരണഭൂതയാക്കാൻ ഉദ്ദേശിക്കുന്നതെന്നറിയോ? കാട്ടിൽ വനവാസത്തിന് പോകുമ്പോൾ സീതയെ രാവണൻ തട്ടിക്കൊണ്ടു പോകുമ്പോൾ ആണല്ലോ രാമനൊരു കാരണം കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ഓക്കെ. നിങ്ങൾ പറഞ്ഞ ഉത്തരം നമുക്ക് ശരിയാണോ നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് ഒരു പോയിന്റ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോട് തന്നെയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: കാട്ടിലേക്കുള്ള വഴി നന്നാകട്ടെ, ശില്പികൾ അവ നിരപ്പാക്കട്ടെ, മറ്റുള്ളവർ അവർക്കു വേണ്ട സഹായങ്ങൾ ചെയ്യട്ടെ. ഇത് ഭരതന്റെ ആജ്ഞയാണ്. എന്തിനു വേണ്ടിയാണ് കാട്ടിലേക്കുള്ള വഴികൾ നന്നാക്കുന്നത്? ഓപ്ഷൻ എ അയോധ്യ നഗരത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കാൻ, ബി കൈകേയിയെയും സംഘത്തെയും നാടുകടത്താൻ, സി ബന്ധുക്കളോടും പ്രജകളോടുമൊപ്പം രാമസന്നിധിയിൽ എത്തിച്ചേരാൻ, ഡി രാമനെ ബന്ധിക്കാൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ സി ബന്ധുക്കളെയും പ്രജകളോടൊപ്പം രാമസന്നിധിയിൽ എത്തിച്ചേരാൻ. ഓക്കെ, നമുക്ക് ലോക്ക് ചെയ്യാം. ഓപ്ഷൻ സി ബന്ധുക്കളോടും പ്രജകളോടുമൊപ്പം രാമസന്നിധിയിൽ എത്തിച്ചേരാൻ. ഏത് സന്ദർഭത്തിലാണ് ഭരതൻ ഇത് പറയണെന്നറിയോ? ശ്രീരാമൻ വനവാസത്തിന് പോയിന്ന് ഭരതൻ അറിഞ്ഞിട്ട് ഭരതൻ ശ്രീരാമനെ ദർശിക്കാൻ. അപ്പൊ നമുക്ക് നോക്കാം നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണോ. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് 2 പോയിന്റ്. അടുത്ത ക്വസ്റ്റ്യൻ ടീം എയോടാണ്. താണനിലത്തെ നീരൊഴുകും, സത് സ്വഭാവങ്ങളെല്ലാം ചേർന്ന രാമനിൽ ശ്രേയസ് തങ്ങി നിൽക്കും. രാമപാദുകവുമായി തന്റെ ആശ്രമത്തിൽ വന്ന ഭരതനോട് ഇങ്ങനെ പറയുന്നതാര്? എ വിശ്വാമിത്രൻ, ബി ഭരദ്വാജൻ, സി ഗൗതമൻ,
ഡി അഷ്ടവക്രൻ? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ എ വിശ്വാമിത്രൻ. ഓപ്ഷൻ എ വിശ്വാമിത്രൻ. നമുക്ക് ലോക്ക് ചെയ്യാം. ഓപ്ഷൻ എ വിശ്വാമിത്രൻ. നമുക്ക് നോക്കാം നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണോ എന്ന്. നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. സോ സെയിം ക്വസ്റ്റ്യൻ ടീം ബിയോട് കൈമാറുകയാണ്. ചോദ്യം ഇതാണ്: താണനിലത്തെ നീരൊഴുകും, സത് സ്വഭാവങ്ങളെല്ലാം ചേർന്ന രാമനിൽ ശ്രേയസ് തങ്ങി നിൽക്കും. രാമപാദുകവുമായി തന്റെ ആശ്രമത്തിൽ വന്ന ഭരതനോട് ഇങ്ങനെ പറയുന്നതാര്? ബി ഭരദ്വാജൻ, സി ഗൗതമൻ, ഡി അഷ്ടവക്രൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ബി ഭരദ്വാജൻ. ഓപ്ഷൻ ബി ഭരദ്വാജൻ. നമുക്ക് ലോക്ക് ചെയ്യാം. ഓപ്ഷൻ ബി ഭരദ്വാജൻ. ഊഹിച്ചതാണോ? അല്ല, അത് ഭരതൻ ഇങ്ങനെ രാമനോട് സംസാരിച്ച് തിരിച്ചു വരാൻ പറ്റില്ല എന്ന് രാമൻ പറഞ്ഞപ്പോൾ പാതുകങ്ങളായി തിരിച്ചു വന്ന് ഭരദ്വാജ മുനിയുടെ അടുത്തെത്തിയപ്പോൾ ഭരദ്വാജനാണ് ഭരതനെ പറഞ്ഞു കൊടുത്തിരിക്കുന്നതെന്നാണ്. ഓക്കെ, നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോട് തന്നെയാണ്. അത്രി മഹർഷിയുടെ പത്നിയുടെ പേര്? എ അറിയോ? അപ്പൊ ഓപ്ഷൻ ഒന്നും വേണ്ട, എന്നാലും ഞാൻ ഓപ്ഷൻ പറയട്ടെ കേട്ടോ. എ അരുന്ധതി, ബി അതിഥി, സി ഗൗതമി, ഡി അനസൂയ. ഒന്നും കൂടെ പറയട്ടെ. ടൈം സ്റ്റാർട്ട്സ് നൗ. പറഞ്ഞോ. ഓപ്ഷൻ ഡി അനസൂയ. ഓപ്ഷൻ ഡി അനസൂയ. ഓക്കെ, നമുക്ക് ലോക്ക് ചെയ്യാം. ഓപ്ഷൻ ഡി അനസൂയ. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. നമുക്ക് സുധാകരൻ സാറിനോട് ചോദിക്കാം. സുധാകരൻ സാർ, രാമായണത്തിൻ്റെ കഥാസന്ദർഭങ്ങളിൽ അല്പമാത്രം പ്രത്യക്ഷപ്പെടുന്ന ഈ കഥാപാത്രം സ്വല്പം കൊണ്ട് തന്നെ എൻ്റെ വ്യക്തിമഹിമ വ്യക്തമാക്കി, മറ്റുള്ളവർക്ക് മാതൃകയാക്കി, ജീവിതബന്ധാവിൽ എങ്ങനെ ചരിക്കണം എന്ന കാര്യവും വിശദമാക്കുകയുണ്ടായി. അത്രി മഹർഷിയുടെ പത്നി എന്നതിലപ്പുറം ലോകമറിയുന്ന ഏറ്റവും വലിയ പതിവ്രതാങ്കന എന്ന പേര് കൂടി ഉണ്ടായി. നിങ്ങൾ നേരത്തെ പറഞ്ഞ കർദ്ധമൻ എന്നൊന്നുമല്ല, ഉച്ചരിക്കുന്നത് അല്പം ശ്രദ്ധിക്കുക. കർദ്ദമൻ എന്നാണ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ടീം എയോടാണ്. അയോധ്യകാണ്ഡത്തിലെ അവസാനത്തെ കഥാസന്ദർഭം വ്യക്തമാക്കുക. എ ഭരതൻ രാമപാദുകവുമായി മടങ്ങുന്ന സന്ദർഭം, ബി ശ്രീരാമൻ ചിത്രകൂടം വിട്ടുപോകുന്ന സന്ദർഭം, സി ഭരതൻ നന്ദി ഗ്രാമത്തിൽ എത്തുന്ന വേള, ഡി രാമാദികൾ ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വാൽമീകി രാമായണമാണ് കേട്ടോ ആധാരം, ആധ്യാത്മിക രാമായണമല്ല. മോള് വാൽമീകി രാമായണം വായിച്ചിട്ടില്ലേ? ടൈം പോയിക്കൊണ്ടിരിക്കും. ഓപ്ഷൻ ബി ശ്രീരാമൻ ചിത്രകൂടം വിട്ടുപോകുന്ന സന്ദർഭം. ഓപ്ഷൻ ബി ശ്രീരാമൻ ചിത്രകൂടം വിട്ടുപോകുന്ന സന്ദർഭം നമ്മൾ ലോക്ക് ചെയ്യുന്നു. നമുക്ക് നോക്കാം നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണോ. നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണോ? ഇതേ ക്വസ്റ്റ്യൻ ടീം ബിയോട്. അയോധ്യകാണ്ഡത്തിലെ അവസാനത്തെ കഥാസന്ദർഭം വ്യക്തമാക്കുക. ഓപ്ഷൻ ഇതാണ്: എ ഭരതൻ രാമപാദുകവുമായി മടങ്ങുന്ന സന്ദർഭം, സി ഭരതൻ നന്ദി ഗ്രാമത്തിൽ എത്തുന്ന വേള, ഡി രാമാദികൾ ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ഡി രാമാദികൾ ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭം. ഓക്കെ, നമുക്ക് ലോക്ക് ചെയ്യാം. ഓപ്ഷൻ ഡി രാമാദികൾ ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭം. നമുക്ക് നോക്കാം നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണോ. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. നിങ്ങളുടെ ചോദ്യം ഇതാണ്: ആരാണ് സ്വാഹാദേവി? എ മന്ത്രങ്ങളുടെ അതിദേവത, ബി അഗ്നിദേവന്റെ പത്നി, സി കുതന്ത്രങ്ങളുടെ ദേവത, ഡി വരുണന്റെ പത്നി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ഡി വരുണന്റെ പത്നി. ഓപ്ഷൻ ഡി വരുണന്റെ പത്നി നമ്മൾ ലോക്ക് ചെയ്തിരിക്കുന്നു. നമുക്ക് നോക്കാം നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണോ എന്ന്. നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണോ? സെയിം ക്വസ്റ്റ്യൻ ടീം എക്ക് കൈമാറുകയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ആരാണ് സ്വാഹാദേവി? മന്ത്രങ്ങളുടെ അതിദേവത, അഗ്നിദേവന്റെ പത്നി, സി കുതന്ത്രങ്ങളുടെ ദേവത. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ബി
അഗ്നിദേവന്റെ പത്നി. ഓപ്ഷൻ ബി അഗ്നിദേവന്റെ പത്നി നമ്മൾ ലോക്ക് ചെയ്തു. ഉറപ്പാണോ? ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. നമുക്ക് സുധാകരൻ സാറിനോട് ചോദിക്കാം. സുധാകരൻ സാർ, അഗ്നി എന്നാൽ അഗ്രേ നയതി ഇതി, മുന്നോട്ട് നയിക്കുന്നത് എന്നർത്ഥം. ജീവിതത്തിൽ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് ജ്ഞാനമാണ്. ജ്ഞാനത്തിൻ്റെ പരമകാഷ്ഠ എന്നുകൂടി ലാക്ഷണികമായി സ്വാഹ ശബ്ദത്തിന് അർത്ഥമുണ്ടാക്കാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ സ്വാഹ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാനാകാത്ത വൈശിഷ്ട്യമായി മാറും. നമുക്ക് മാർക്കിലേക്ക് നോക്കാം. ടീം എ നേടിയിരിക്കുന്നത് 1 പോയിന്റ്, ടീം ബിക്ക് 7 പോയിന്റ്. ശ്രേഷ്ഠ ഭാരതം. നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നു. ആലാപന അർത്ഥവ്യാഖ്യാന മത്സരം. ടീം എ, മമ്പ്രം ഇംഗ്ലീഷ് മീഡിയം സീനിയർ സെക്കൻഡറി സ്കൂൾ, കണ്ണൂർ. ടീം ബി, അമൃത വിദ്യാലയം, കൊടുങ്ങല്ലൂർ. അപ്പൊ നമുക്ക് ആരംഭിക്കാം അല്ലേ? നമ്മൾ പരിചയപ്പെട്ടില്ല. പേര് പറയും. കൃഷ്ണ. കൃഷ്ണ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9th. കൃഷ്ണയാണോ ആലപിക്കാൻ പോണത്? ഓക്കെ. പേര്? ആതിര. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10th-ലാണ്. ഓക്കെ. ടീം എയുടെ കാവ്യം സ്ക്രീനിൽ. സംസാരകാരിണിയായ തവിദ്യയും സംസാരനാശിനിയായ തുവിദ്യയും ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസമേകാന്ത ചേതസാ ചെയ്യുക വേണ്ടുന്നതും തത്ര കാമക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്ന തിന്നുമറിയുക നീ. ആശയം വിശദീകരിച്ചോളൂ. ലക്ഷ്മണോപദേശം എന്ന ഭാഗത്തിൽ ശ്രീരാമൻ പട്ടാഭിഷേകം മുടങ്ങിയപ്പോൾ ലക്ഷ്മണൻ അതിക്രോധിതനാവുകയും തൻ്റെ പിതാവിനെ പോലും കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ശ്രീരാമൻ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കത്തക്കവണ്ണം ഇത്തരം വാക്കുകൾ പറഞ്ഞു. ഇത് വളരെ വലിയൊരു തത്വമാണ്. ഇത് നാം എല്ലാവരും ഉൾക്കൊള്ളേണ്ടതുമാണ്. സംസാരകാരിണി, അതായത് ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ കുടുംബം എന്ന് വിചാരിച്ച് നിൽക്കുന്ന അതായത് ലൗകിക ജീവിതം. സംസാരകാരിണിയായത് അവിദ്യയാണ്. നമ്മുടെ മനസ്സിലുള്ള ആ വിദ്യയാണ് അവിദ്യ. അതാണ് സംസാരകാരിണിയാകുന്നത്. എന്നാൽ ഈ ജീവിതം നശ്വരമാണ്, അല്ലെങ്കിൽ ഈ ലൗകിക ജീവിതം കൊണ്ട് കാരണമില്ല എന്നത് വിദ്യയുമാണ്. അതുകൊണ്ട് തന്നെ നാം മോക്ഷം ആഗ്രഹിക്കുന്നുവെങ്കിൽ വിദ്യാഭ്യാസം അഭ്യസിക്കണം. അതും എങ്ങനെയുള്ള വിദ്യാഭ്യാസമാണെന്ന് വിചാരിച്ചാൽ ഏകാന്തമായ ഛേദസ്സോടുകൂടി ആത്മവിദ്യ അഭ്യസിക്കണം എന്നാണ് ഈ വരികളിലൂടെ പറയുന്നത്. ലൗകികമായ ജീവിതങ്ങളിൽ അകപ്പെടാതെ നാം ഏകാന്തമായ ഛേദസ്സോടുകൂടി ആത്മവിദ്യ അഭ്യസിച്ച് മുന്നേറണം. മാത്രവുമല്ല, നമ്മുടെ എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ഷഡ്വൈരികളുണ്ട്. അതായത് കാമം, ക്രോധം, ലോഭം, മതം, മോഹം, മാത്സര്യം എന്നിവയെല്ലാം വെടിയണം എന്നാണ് ഈ വരികളിൽ പറയുന്നത്. നന്നായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ചോദിക്കാം. ശ്രീകുമാർ സർ. നന്നായിരുന്നു പാരായണം, വളരെ നന്നായിരുന്നു. എക്സെപ്റ്റ് ലാസ്റ്റ് പദം പിരിച്ചത് മാത്രം. എങ്ങനെ, തെറ്റാൻ തോന്നിയിട്ടുണ്ടോ അതോ സ്വന്തമായിട്ട് തോന്നിയോ? എവിടെയാണ് തെന്നുമറിയുക അല്ലേ? സംസാരകാരിണിയായതവിദ്യയും സംസാരനാശിനിയായതു വിദ്യയും ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസമേകാന്ത ചേതസാ ചെയ്യുക വേണ്ടുന്നതും തത്ര കാമക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നുമറിക നീ. താങ്ക് യു സർ, താങ്ക് യു. നമുക്ക് മാർക്കിലേക്ക് കടക്കാം. ശ്രീകുമാർ സർ. 7 out of 10. സുധാകർ സർ. 6 out of 10. ഗോപാലകൃഷ്ണൻ സർ. അപ്പൊ ഞാൻ 6 തരാം. അടുത്തത്
ടീം ബിയോടാണ്. നിങ്ങളുടെ കാവ്യം സ്ക്രീനിൽ ആലപിച്ചോളൂ. ലോകേ സുഖാനന്തരം ദുഃഖമായി വരുമാകുലമില്ല, ദുഃഖാനന്തരം സുഖം. നൂനം ദിനരാത്രി പോലെ ഗദാഗദം മാനസേ ചിന്തിക്കിലത്രയുമല്ലെടോ. ദുഃഖമധ്യേ സുഖമായും വരും പിന്നെ ദുഃഖം, സുഖമധ്യ സംസ്ഥമായും വരും. ആശയം വിശദീകരിച്ചോളൂ. ഈ വാൽമീകി രാമായണത്തിനെ അടിസ്ഥാനപ്പെടുത്തി ശ്രീ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ സാധാരണക്കാർക്കു വേണ്ടി അധ്യാത്മരാമായണം കിളിപ്പാട്ട് രചിച്ചു. അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ അയോധ്യാകാന്ഡത്തിലെ ഏതാനും വരികളാണിത്. വനവാസത്തിന് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ശ്രീരാമാദികൾ ഗുഹനെ കണ്ടുമുട്ടുന്നു. ലക്ഷ്മണനും ഗുഹനും തമ്മിലുള്ള സംഭാഷണമാണ് സന്ദർഭം. സംഭാഷണ മധ്യേ ലക്ഷ്മണൻ ഗുഹനോട് സുഖദുഃഖ സമ്മിശ്രിതമായ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. സുഖദുഃഖങ്ങൾ സ്ഥായിയല്ല. സുഖം വന്നാൽ ദുഃഖവും വരും, ദുഃഖം വന്നാൽ സുഖവും വരും. സുഖദുഃഖങ്ങൾ ദിനരാത്രം പോലെയാണ്. അത്യാഹ്ലാദത്തോടെയായിരുന്നു അയോധ്യാവാസികൾ ശ്രീരാമസ്വാമിയുടെ പട്ടാഭിഷേകത്തിനെ കാത്തിരുന്നത്. എന്നാൽ അത് മുടങ്ങുകയും ശ്രീരാമസ്വാമി വനവാസത്തിന് പോകുകയും ചെയ്തു. ഇത്തരം സന്ദർഭങ്ങൾ നാം നമ്മളുടെ ദൈനംദിന ജീവിതത്തിലും കടന്നു പോകുന്നുണ്ട്. എല്ലാ വർഷവും പോലെ കേരളീയർ അത്യാഹ്ലാദത്തോടെയായിരുന്നു ഓണത്തിനെ വരവേറാൻ കാത്തിരുന്നത്. എന്നാൽ നമ്മളെ വരവേറിയത് ആ ഒരു മഹാദുരന്തമായിരുന്നു, ആ മഹാപ്രളയം. ഇതിലും വലിയൊരു ഉത്തമ ഉദാഹരണം ഇതിന് എനിക്ക് തരാൻ കഴിയുന്നില്ല. സുഖം വന്നാൽ അതിനമിതമായി സന്തോഷിക്കാതെയും അതേപോലെ തന്നെ ദുഃഖം വന്നാൽ അതിനെ ആണ്ടുപോവാതെയും രണ്ടും സന്തുലിതമായി നമ്മൾ കൈകാര്യം ചെയ്യണം. എന്നാൽ നമ്മൾക്ക് മോക്ഷം സുനിശ്ചിതമാണ്. നന്ദി. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ശ്രീകുമാർ സർ. ദുഃഖമധ്യേ സുഖമായും വരും പിന്നെ. എങ്ങനെ ചൊല്ലിയത്? അത് മധ്യമായി പോയി. ദുഃഖം സുഖമധ്യ സംസ്ഥമായും വരും. ആ ഒരു ത്രസ്റ്റ് കൊടുത്തില്ലെങ്കിൽ സുഖമധ്യമായി പോകും. അതൊന്നും ആ രണ്ടുപേരും മാത്രം ഒന്ന് ചൊല്ലിക്കുന്ന വൃത്തിയായിട്ട്. ദുഃഖമധ്യേ അല്ല, ഒന്നില്ല, അപ്പോഴും മധ്യമാണ്. ദുഃഖമധ്യേ സുഖമായും വരും പിന്നെ ദുഃഖം സുഖമധ്യ സംസ്ഥമായും. ചേർത്ത് പറയണം. സുഖമധ്യ സംസ്ഥമായും. സുഖമധ്യ സംസ്ഥമായും വരും. ഓക്കെ, നന്നായി. നമുക്ക് മാർക്കിലേക്ക് കടക്കാം. ശ്രീകുമാർ സർ. 6 out of 10. 6 out of 10. ഗോപാലകൃഷ്ണൻ സർ. 6 out of 10. ഇന്നത്തെ ആലാപന അർത്ഥവ്യാഖ്യാന മത്സരം അവസാനിക്കുമ്പോൾ ടീം എക്ക് 19 മാർക്ക്, ടീം ബിക്ക് 18 മാർക്ക്. ശ്രേഷ്ഠ ഭാരതത്തിലേക്ക് വീണ്ടും സ്വാഗതം. ശ്രേഷ്ഠ ഭാരതം. ഇനി രാമായണ രൂപക മത്സരം. പ്രണാമം രാജാവേ. പ്രണാമം മഹാമന്ത്രേ. രാമൻ രാജകുമാരൻ മാത്രമാണ്, യുവരാജാവ് ആയിട്ടില്ലല്ലോ. 6 നാഴികക്കപ്പുറം ഉറപ്പായും സംഭവിക്കുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ തന്നെ ഈ കൊട്ടാരവും രാജ്യവും കുമാരനെ യുവരാജാവായി എന്നേ സ്വീകരിച്ചു കഴിഞ്ഞു. 6 നാഴിക എന്നത് ഒരു ചെറിയ സമയമേ അല്ല. അതിനിടയിൽ എന്തു വേണേലും സംഭവിക്കാമല്ലോ. വിധി പോലെ എല്ലാം നടക്കും. ഞാനിപ്പോ വന്നത് മഹാരാജാവിന്റെ കൽപ്പന പ്രകാരമാണ്. അദ്ദേഹം കൈകേയി മഹാറാണിയുടെ അന്തപുരത്തിൽ
കുമാരനെ കാത്തിരിക്കുന്നു. ഞാനിതാ വരുന്നു. ദേവി, ഞാൻ അച്ഛനെ കണ്ട് വണങ്ങി വരാം. അയോധ്യാധിപൻ ദശരഥ മഹാരാജാവ് വിജയിക്കട്ടെ. അച്ഛാ, അനുഗ്രഹിച്ചാലും. അമ്മേ, അച്ഛനാകെ ദുഃഖിതനാണല്ലോ. എന്താണ് കാരണം? അമ്മയ്ക്ക് അറിയാമെങ്കിൽ പറയൂ. അതെ, നിന്നെ സംബന്ധിക്കുന്നതാണ്. എന്നാൽ പ്രിയപുത്രനായ നിന്നോടത് പറയാൻ അദ്ദേഹത്തിന് പ്രയാസമുണ്ട്. അമ്മേ, അച്ഛനെന്തിനു പ്രയാസപ്പെടണം? അദ്ദേഹത്തിന് വേണ്ടി ജീവൻ വെടിയാൻ പോലും ഞാൻ സന്നദ്ധനാണ്. പിന്നെ എന്തിനാണ് ഈ വിചാരം? അദ്ദേഹം അത് പറയില്ല. എന്നാൽ ഞാൻ പറയാം. പണ്ടൊരിക്കൽ അദ്ദേഹം എനിക്ക് 2 വരങ്ങൾ തന്നു. എന്നാൽ അതോർത്ത് അദ്ദേഹം ഇന്ന് പശ്ചാത്തപിക്കുകയാണ്. വരം തരാൻ അദ്ദേഹം മടിക്കുന്നു. നിനക്ക് വേണ്ടി സത്യലംഘനം ചെയ്യാൻ ഒരുങ്ങുകയാണ് അദ്ദേഹം. അച്ഛന്റെ ആ വാഗ്ദാനം നീ പാലിക്കുമെങ്കിൽ നിന്നോട് അതിനെ കുറിച്ച് പറയാം. 1, ഭരതകുമാരനെ അയോധ്യയുടെ രാജാവാക്കുക. 2, ഒട്ടും തന്നെ വൈകാതെ നീ ദണ്ഡകാരണ്യത്തിലേക്ക് വനവാസത്തിന് പോവുക. ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് പറയാനാകാതെയാണ് രാജാവ് കണ്ണിൽ വെള്ളം നിറച്ച് ഇങ്ങനെ തലകുനിച്ചിരിക്കുന്നത്. അധർമ്മ സമുദ്രത്തിൽ വീണുപോവാതെ അച്ഛന്റെ സത്യം പാലിച്ച് അച്ഛന് കരകയറ്റുകുമാരാ. ഇതൊരു ചെറിയ കാര്യമല്ലേ? അച്ഛാ, അച്ഛൻ എന്തിനാണ് ഇതിൽ ഇത്ര കണ്ട് വ്യസനിക്കുന്നത്? രാമാ, അച്ഛാ, വ്യസനിക്കാതെ. ഭരതനെ മടക്കിക്കൊണ്ടുവരാൻ കേകയത്തേക്ക് ദൂതന്മാർ പോകട്ടെ. അച്ഛാ, രാമാ, അച്ഛാ, രാമാ, നീയാണ് ഉത്തമപുത്രൻ. ഇനി നീ അയോധ്യയിൽ വസിക്കുന്നത് ഉചിതമല്ല. എത്രയും വേഗം വനയാത്രയ്ക്ക് ഒരുങ്ങിക്കൊള്ളുക. രാമരാമേതി പറഞ്ഞു മോഹിച്ചൊരു ഭൂമിപനെ കണ്ടു വേഗേന രാഘവൻ താതനെ ചെന്നെടുത്ത ശ്ലേഷവും ചെയ്തു സാദരം തൻ്റെ മടിയിൽ കിടത്തിനാൻ. മമ്പ്രം ഇംഗ്ലീഷ് മീഡിയം സീനിയർ സെക്കൻഡറി സ്കൂൾ, റൈറ്റ്, കണ്ണൂർ. ഓക്കെ, എല്ലാവരും നന്നായി. പക്ഷെ ഡ്രസ്സ് കുറച്ചും കൂടെ റിച്ച് ആവാന്ന് എനിക്ക് തോന്നി. എന്തായാലും നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ശ്രീകുമാർ സർ, നല്ലൊരു സന്ദർഭമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്. ഇതിൽ അഭിനയത്തിൻ്റെ കാര്യത്തിൽ ദശരഥന് ഡയലോഗ്സ് ഒന്നും ഇല്ലെങ്കിൽ പോലും
ദശരഥനാണ് അതിനകത്ത് ആ ഒരു അഭിനയത്തിലൊക്കെ മികച്ചു നിന്നത്. പിന്നെ കൈകേയി ബാക്കിയുള്ളവർ കുറച്ചൊരു ഒരു മെക്കാനിക്കൽ ആ ഒരു റോളിലേക്ക് ഒരു ഇൻവോൾവ് ആയില്ല എന്നൊരു ചെറിയൊരു സംശയമുണ്ട് ഞങ്ങൾക്ക്. നന്നായിരുന്നു. സുധാകർ സർ, രാമായണത്തിലെ നല്ലൊരു മുഹൂർത്തം നിങ്ങൾ ജീവസുറ്റതാക്കാൻ ശ്രമിച്ചു. സീതാദേവിക്ക് കുറച്ചുകൂടി ആരോഗ്യ ആഹാരത്തിൽ വേണമായിരുന്നോ എന്നൊരു സംശയം. കാരണം വാക്കുകൾക്ക് പുറപ്പെടാനൊരു ബുദ്ധിമുട്ട് ഉള്ള പോലെ തോന്നി. കൈകൈക്ക് വാക്കുകളെല്ലാം സ്പഷ്ടമാണ്, പക്ഷെ എന്തോ ഒരു പരിഹാസം മുഖത്ത് നിൽക്കും പോലെ തോന്നുകയുള്ളൂവല്ലോ. അതല്ല അവിടെ കൈകൈയുടെ രംഗം. എല്ലാ തൻ്റെ ആഗ്രഹങ്ങളും സാധിച്ചെടുക്കാനുള്ള കുടിലവൃത്തി വിജയിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ അല്പം ഗൗരവമായിട്ട് രാമനോട് സമീപിക്കുകയും ചിലത് ആജ്ഞാപിക്കുകയുമാണ്. ഏറ്റവും അവസാനം ദശരഥനെ മടിയിൽ കിടത്തിയ രാമൻ ആരെ മടിയിൽ കിടത്തി നിങ്ങൾ? ഗോപാലകൃഷ്ണൻ സർ. ദശരഥൻ ധൃതി പിടിച്ച് ശത്രുഘ്നനും ഭരതനും അവിടെ ഇല്ലാത്ത വേളയിൽ രാമൻ്റെ പട്ടാഭിഷേകം നടത്താൻ തീരുമാനിച്ചു. ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി A to Z, Z to A ചിന്തിക്കണം. അത് ദശരഥൻ ചെയ്തില്ല. അപ്പോൾ ഇതൊരു സന്ദേശമാണ്. ഏത് ചെയ്യുമ്പോഴും ഹിഡൻ അജണ്ട വെച്ച് ആരും അറിയാതെ ഒന്നും ചെയ്യരുത്. ചർച്ച ചെയ്ത് ഓപ്പണായിട്ട് ട്രാൻസ്പാരൻ്റ് ആയിട്ട് ചെയ്യണം. താങ്ക് യു സർ. നമുക്ക് മാർക്സിലേക്ക് കിടക്കാം അല്ലേ? ശ്രീകുമാർ സർ. 13 out of 20. 13 out of 20. സുധാകർ സർ. 20 മാർക്കിൽ 12. ഓക്കെ, 12 out of 20. ഗോപാൽ 13 മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ രൂപകത്തോടെ ഇന്നത്തെ ശ്രേഷ്ഠ ഭാരതം എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. Costume courtesy for Nitya Das, Ethnic Weaves, accessories for Nitya Das, Alfonsa.